നമസ്കാരം. വിഴിഞ്ഞം ഓഹരി കൈമാറ്റ വിവാദത്തിൽ മാധ്യമങ്ങൾക്ക് ശക്തമായ മറുപടി നൽകി മുഖ്യമന്ത്രി വി ഡി സതീശൻ. സർക്കാരിൻ്റെയും മന്ത്രിസഭയുടെയും നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ആരോപണം ഉന്നയിച്ചവർ തലയിൽ മുണ്ടിട്ട് പോയാൽ മതി. അത് രാഷ്ട്രീയ പ്രവർത്തകരാണെങ്കിലും മാധ്യമപ്രവർത്തകരാണെങ്കിലും. ഈ സർക്കാർ എന്ത് തെറ്റ് ചെയ്തു എന്ന് ചോദിച്ചിട്ട് പോലും നിങ്ങൾക്കൊരു ചോദ്യം പോലും ചോദിക്കാൻ സാധിച്ചിട്ടില്ല. ഇത്തരം ഗൂഢാലോചന നടത്തുന്നത് ആരാണെന്നറിഞ്ഞ് താൻ അത് നന്നായി ആസ്വദിക്കുന്നുണ്ടെന്നും സതീശൻ പരിഹാസരൂപേണ മറുപടി നൽകി. അല്ല, അത് അവരാവശ്യപ്പെടുകയും അത് ഞാനൊരു ചോദ്യത്തിന് മറുപടി അവർ റിപ്പീറ്റ് ചെയ്ത് അവരാവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് PWD കൂടി ആവശ്യപ്പെട്ടിട്ട് ചെയ്തില്ല. അപ്പോൾ മണ്ണ് നീക്കം ചെയ്യാത്തതിൽ ഗുരുതരമായ പാളിച്ച ഉണ്ട്. നീക്കം ചെയ്യാത്തതിൽ അതല്ലേ പരിശോധിക്കുമെന്ന് പറഞ്ഞത്. ഞാൻ അതിൻ്റെ അകത്ത് പ്രതികളെ കണ്ടെത്താനൊന്നും ശ്രമിച്ചില്ലല്ലോ. ഒരു ഏജൻസി അന്വേഷിക്കുമ്പോൾ ലെറ്റ് ദം ഇൻവെസ്റ്റിഗേറ്റ്. ഞാൻ കയറി മുൻകൂട്ടി ആരാണ് കുറ്റക്കാരെന്നൊന്നും പ്രഖ്യാപിക്കാൻ പാടില്ലല്ലോ. ജില്ലാ ഭരണകൂടത്തെ പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അതൊന്നും വേണ്ട, അതൊക്കെ അന്വേഷിക്കട്ടെ. നിങ്ങൾ കൊടുക്കുന്ന വാർത്തകളല്ല എനിക്ക് ഞാൻ മറുപടി പറയണ എന്തിനാ? നിങ്ങളൊക്കെ എന്തെല്ലാം വാർത്തകൾ ഇതുപോലത്തെ എന്തെല്ലാം വാർത്തകൾ നിങ്ങളെല്ലാവരും കൊടുത്തു. എന്തെല്ലാം വാർത്തകൾ ഓഹരി കൈമാറ്റം നടത്തിയില്ലേ, സതീശനും ബദാനിയുമായിട്ട് ബന്ധമില്ലേ എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങളുടെ ചാനലിലൊക്കെ ഉൾപ്പെടെ എല്ലാവരും വന്ന് വൈകുന്നേരം പറയണ്ടല്ലോ. I have made it very clear. This is a stand of the government. This is a stand of the cabinet. ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഈ ആരോപണം ഉന്നയിച്ചവരൊക്കെ തലയിൽ മുണ്ടിട്ട് പോയാൽ മതി. അത് രാഷ്ട്രീയ നേതാക്കളാണെങ്കിലും മാധ്യമപ്രവർത്തകരാണെങ്കിലും. അത് കാര്യം മനസ്സിലായില്ല. നിങ്ങൾക്ക് ഇത് സംബന്ധിച്ച ഒരു ചോദ്യം പോലും ഞാൻ ചോദിച്ചല്ലോ. ഈ ഗവൺമെന്റ് എന്ത് തെറ്റ് ചെയ്തു എന്ന് ചോദിച്ചിട്ട് നിങ്ങൾക്കൊരു ചോദ്യം പോലും ചോദിക്കാൻ പറ്റില്ല. എന്ത് തെറ്റാണ് ചെയ്തതെന്ന് നിങ്ങളിത് ഞാൻ പറയട്ടെ. നിങ്ങൾ മൈക്രോസ്കോപ്പിക് ലെൻസുമായിട്ട് സർക്കാരിന്റെ പുറകെ നടക്കുക. ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ഊതി വീർപ്പിക്കുകയാണ്. നിങ്ങൾ ഇല്ലാത്ത അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അതെന്താ അല്ലല്ല, അത് അങ്ങനെ നിങ്ങൾക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം അങ്ങനെ അത്രേ ഉള്ളു. ചേട്ടൻ എന്നെ ഇനി ദേശാഭിമാനി വീണ്ടും വായിപ്പിക്കല്ലേ. ഞാൻ കറക്റ്റായിട്ട് മറുപടി പറയാം. എല്ലാ ദിവസവും അതിനൊന്നും മറുപടി പറയാൻ പറ്റില്ല. ഞാൻ ഓരോരുത്തരെ ഞാൻ മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് ഞാൻ മുഖ്യമന്ത്രി ആവുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമായിരുന്നു? എനിക്ക് പോലും അറിയില്ലായിരുന്നു. ചുമ്മാ ഇതെല്ലാം എനിക്കറിയാം. ഇത് എവിടെ നിന്നാണ് ഇത് ആരംഭിക്കുന്നതെന്ന്. ചില ചാനലുകളിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. അതാരാണ് ഇത്തരം ഗൂഢാലോചനകൾ നടത്തുന്നതെന്നൊക്കെ നന്നായി അറിഞ്ഞ് അത് നന്നായി ആസ്വദിച്ചിരിക്കുക. ഞാൻ കഴിഞ്ഞ ഒരാഴ്ച നിങ്ങളീ കൊടുത്ത വാർത്തകളൊക്കെ കണ്ട് ഞാൻ നിശബ്ദനാണ് മറ്റാണെന്നൊക്കെ നിങ്ങൾ പറയും. ആസ്വദിച്ചിരിക്കുക. ഞാനതുകൊണ്ടാണ് വന്ന് ചോദിച്ചത്. തൻ്റെ ഇടത്തോടു കൂടി നിങ്ങളോട് ചോദിച്ചത് ഈ സർക്കാർ എന്ത് തെറ്റാണ് ഈ വിഴിഞ്ഞം പോർട്ടിൽ ചെയ്തതെന്ന്. ഒരു മറുപടി ഉണ്ടായില്ലല്ലോ ഒരാൾക്കും. ഇനി വേണമെങ്കിൽ ചെന്നിരുന്നിട്ട് എന്ത് വേണേലും പറഞ്ഞോ. പിന്നെ ഞാനാണ് ഇപ്പൊ തീരുമാനങ്ങളെല്ലാം പ്രഖ്യാപിച്ചത് ഞാൻ ഒറ്റയ്ക്കാണോ? ഏത് തീരുമാനമാണ് ഞാൻ ഒറ്റയ്ക്ക് എടുത്തത്? ഒന്ന് ചോദിച്ചേ. ആ ചോദ്യത്തിനൊന്നും മറുപടി പറ. ഏഷ്യാനെറ്റിന്റെ ലേഖനം ആ ചോദ്യത്തിന് മറുപടി പറ. നിങ്ങൾ പറയാണ് അല്ലാതെ നോ ഞാൻ ഏത് തീരുമാനമാണ് ഒറ്റക്കെടുത്തതെന്ന് പറ. ഒരാളും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഉണ്ടാക്കുന്ന വാർത്തകളാ. അല്ലല്ല ചോയ്ക്ക് ആരെ ഒരു തീരുമാനം അല്ലല്ല ഞാൻ ഒറ്റക്കെടുത്ത എന്റെ ചോദ്യം അതാണ്. ഞാൻ ഒറ്റക്കെടുത്ത തീരുമാനം ഏതാ? നിങ്ങൾ പറയുന്നുണ്ട് ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഒരു തീരുമാനം എടുത്തിട്ടില്ല. നിങ്ങൾ ഇതൊക്കെ ഞാൻ ഇവിടെ നിങ്ങൾ CPM അല്ലല്ലോ. CPM നടക്കണ കാര്യം നിങ്ങൾ അന്വേഷിക്കും. നടക്കണ കാര്യം അതൊക്കെ ഇതിനൊക്കെ പ്രോസസ് ഉണ്ടെന്ന് അതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക. അല്ല, ഞാൻ ചോദിച്ചല്ലോ ഈ സർക്കാർ എന്ത് തെറ്റാണ് അക്കാര്യത്തിൽ ചെയ്തത്? നിയമവിരുദ്ധമായിട്ടോ ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്തോ എന്ന് നമ്മൾ ചോദിച്ചല്ലോ. ആരോപണം ഉന്നയിച്ചവരെ കുറിച്ചാണ്, ഞാൻ അല്ലാത്ത മാധ്യമങ്ങളെ കുറിച്ചല്ല പറഞ്ഞത്. എന്ത് തെറ്റാണ് ചെയ്തതെന്ന്, ഈ സർക്കാർ എന്ത് തെറ്റ് ചെയ്തു എന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് ഒറ്റയാൾക്ക് മറുപടിയില്ല. ഒരു ചോദ്യമില്ല. നിങ്ങൾക്ക് കിട്ടിയല്ല, തന്നല്ലോ. നേരത്തെ ദേശാഭിമാനിക്ക് നന്നായിട്ട് തന്നല്ലോ. ഇനിയും ചോദിച്ചു മേടിക്കല്ലോ എൻ്റെ കയ്യിൽ നിന്ന്. വേറെയും ദേശാഭിമാനി എൻ്റെ അടുത്ത് 2025 വേറെ പറ. ഞങ്ങൾ കോടതിക്ക് കൊടുത്തില്ലല്ലോ.
ആ ഉത്തരവ് കൊടുത്തില്ലല്ലോ. ആ ഉത്തരവിൽ തെറ്റുണ്ടെന്ന് കോടതിയിൽ കൊടുത്തില്ലല്ലോ. അല്ലല്ല, കോടതിയിൽ കൊടുത്തില്ലല്ലോ. ഞങ്ങൾ അത് പരിശോധിച്ച് അത് കറക്റ്റ് ചെയ്ത് അതാണ് കോടതി കൊടുത്തത്. അത് ഹൈക്കോടതിക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. പക്ഷെ ഇതിൻ്റെ അകത്ത് ഗൗരവതരമായൊരു നിയമപ്രശ്നം കൂടിയുണ്ട്. കാരണം ഈ ആക്ട് അനുസരിച്ചുള്ള പ്രോസിക്യൂഷൻ സാങ്ഷൻ, ഞാൻ ഈ കേസിൽ ഞങ്ങൾ തീരുമാനം എടുത്തു, പ്രോസിക്യൂഷൻ സാങ്ഷൻ അനുമതി കൊടുത്തു. പിണറായി സർക്കാർ അത് കൊടുത്തിട്ടുണ്ടായില്ല, ഞങ്ങളുടെ സർക്കാർ കൊടുക്കാൻ തീരുമാനിച്ചു. അതിനെന്തായിരുന്നു ബഹളം? ഞങ്ങളുടെ സർക്കാർ കൊടുക്കാൻ തീരുമാനിച്ചു. ഞങ്ങളുടെ പാർട്ടിക്കാരനായിട്ട് പോലും ഞങ്ങൾ പ്രോസിക്യൂഷൻ സാങ്ഷൻ ഞങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചു. അതിൽ കൊടുത്ത ഉത്തരവിൽ ചില കാര്യങ്ങളുണ്ടായിരുന്നു, അത് തെറ്റാണെന്ന് കണ്ടപ്പോൾ കോടതിയിൽ കൊടുക്കണ്ടെന്ന് പറഞ്ഞു. ഞാനാ വിളിച്ചു പറഞ്ഞ കോടതിയിൽ കൊടുക്കണ്ടെന്ന്. പ്ലീസ് മിണ്ടായി, ഞാനൊന്ന് സംസാരിച്ച് തീർക്കട്ടെ. അതിനുശേഷം ഞങ്ങൾ ഇത് കൊടുത്തു, കറക്റ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ എന്താ, പിന്നെ പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുക്കാനുള്ള അധികാരം ആർക്കാണ്? ഗവൺമെൻറ്റിനാണ്, അല്ലേ? ഗവൺമെൻറ്റിനാണ്. ഈ കേസിലല്ല, എല്ലാ കേസുകളിലും. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അധികാരത്തെ അത് ടേക്ക് ഓവർ ചെയ്യപ്പെടുന്നുണ്ടോ ജുഡീഷ്യറി എന്നുള്ള ഒരു അക്കാഡമിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അതിൻ്റെ അകത്ത്. ഞങ്ങളത് വളരെ ഗൗരവമായിട്ടാണ് അതിനെ കാണുന്നത്. അതാണ്, അല്ലാതെ ഈ കേസിലല്ല പ്രശ്നം. ഈ കേസിൽ ഞങ്ങൾ ഈ കേസിൽ ഞങ്ങൾ എന്താ പറയുക, there is a prima facie case. We have taken a decision to provide prosecution sanction. അത് ക്ലിയർ ആണ്. പക്ഷേ ഭാവിയിൽ പിന്നെ എന്തിനാണ് ഈ ആക്ടിൻ്റെ അകത്ത് എഴുതി വെച്ചിരിക്കുന്നത്? എന്നാൽ പ്രോസിക്യൂഷൻ സാങ്ഷൻ കൂടി കോടതി കൊടുത്താൽ പോരെ? ആക്ടിൽ എഴുതിയേക്കുന്ന പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുക്കാൻ ഗവൺമെൻറ് അതോറിറ്റിക്കാണ് പവർ. അതോറിറ്റി ഗവൺമെൻറ്റാണ്. ആ പവറാണ് ഇല്ലാതാവുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഇനിയുള്ള കേസിൽ ആക്ടിലെ പ്രൊവിഷനാണ്, പാർലമെൻറ്റ് പാസ്സാക്കിയ ആക്ടിലെ പ്രൊവിഷൻ.